പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾക്ക് വളരെ വലിയ അനുഗ്രഹങ്ങൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് ഈശോ നൽകും. ചിൽഡ്രൻ, കിഡ്സ്, you will receive great anointing of Holy Spirit during this episode. Hallelujah. 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 കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് വരിക, കുടുംബം ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നിക്ക് വേണ്ടി ഓരോ ശനിയാഴ്ചയും ലക്ഷോപലക്ഷം വ്യക്തികളും കുടുംബങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന്, യൂണിവേഴ്സിറ്റികളിലിരുന്ന്, സ്കൂളുകളിലിരുന്ന്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലിരുന്ന്, ദേവാലയങ്ങളിൽ, കോൺവെൻറ്റുകളിൽ, പള്ളികളിൽ, അനേക സ്ഥലങ്ങളിൽ, സെമിനാറുകളിൽ അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഉച്ചയ്ക്ക് ഉപവാസം എടുത്ത് അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈകോർക്കണം, ഒരുമിച്ച് നിൽക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അഭിഷേകത്തിനു വേണ്ടി ശനിയാഴ്ച തോറും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ഒന്നിച്ച് നിൽക്കുക, ഒറ്റയ്ക്ക് പോകരുത്. ഒരു 3 യുവാക്കന്മാരുടെ അനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ പേര് സിനു. ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മെജോ ചേർത്തല അർത്തുങ്കലിൽ നിന്ന് വന്നിരിക്കുന്നു. ഇത് തൃശ്ശൂരുള്ള എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വിമേഷ്. ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഇംഗ്ലണ്ടിലുള്ള ഒരു ആഡംബര യാത്രാക്കപ്പലിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട് അവിടെ. മെജോയുടെ ജീവിതത്തിൽ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മെജോയ്ക്ക് അവൻ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെറിയൊരു പ്രൊമോഷനോടുകൂടി താൽക്കാലിക 2 ആഴ്ചത്തേക്കായിട്ട് ഒരു ചെറിയ മാറ്റം കൊടുത്തു. അവരുടെ സ്റ്റോറിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നവരിത്. അവൻ്റെ കൂടെ ഇത് നോക്കുവാനായിട്ടൊരു പെൺകുട്ടി കൂടിയുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മാനേജേഴ്സിനുള്ള ഒരു അനിഷ്ടം മൂലം ഇവർ എക്സസ് വരുന്ന സാധനങ്ങളൊക്കെ സാധാരണ ഇവർ സൂക്ഷിക്കുന്ന ഒരു റൂമുണ്ട്, അവിടെ ഇവർ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ പെൺകുട്ടിയെ കൊടുക്കുവാൻ വേണ്ടി ഇവരുടെ മാനേജർമാർ തന്നെ ഒരു ദിവസം അത് റെയ്ഡ് ചെയ്യുകയും ഈ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ചതാണെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ടുണ്ടാക്കി ഇവരുടെ സീനിയർ മാനേജ്മെൻറ്റിന് കൊടുത്തു. സീനിയർ മാനേജ്മെൻറ്റ് പിന്നെ അന്വേഷണം നടത്തി, എല്ലാം ഇവർക്കെതിരായിരുന്നു. ലാസ്റ്റാണ് ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോകുന്നത്. ക്യാപ്റ്റൻ ബ്രിട്ടീഷുകാരനാണ്. ക്യാപ്റ്റൻ്റെ അടുത്ത് ഒരു കാര്യം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ റെഡി ആയിരിക്കും, അവിടെ നിന്ന് ജോലി പോകാവുന്ന രീതിയിൽ. അതാണ് ക്യാപ്റ്റൻ്റെ മുമ്പിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം.
അപ്പോൾ ഞങ്ങളുടെ ഒരു മാനേജറുണ്ട്. മാനേജർ പോയി ഞങ്ങൾ കണ്ടു, ഈ പേപ്പർ കാണിച്ചു കൊടുത്തപ്പോൾ മാനേജർ പറഞ്ഞു ഇത് മോഷണം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഇത് നേരിട്ട് ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ജോലി പോയി മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, മലയാളികളൊക്കെ ഒത്തിരി പേരുണ്ടെങ്കിലും ആരും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനൊന്നും കൂടില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തന്നെ ഇത് വന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ മുമ്പിൽ ഞങ്ങൾ മോശക്കാരാകും. ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മെജോ ക്യാപ്റ്റൻ്റെ അടുത്ത് ഹിയറിങ്ങിന് പോകുന്ന തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു രക്ഷയില്ല, ജോലി പോയി. ഈശോയെ എന്തെങ്കിലും ഒരു കാരുണ്യം അങ്ങ് കാണിക്ക്, അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമല്ലേ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ വിമേഷ് പറയുകയുണ്ടായി, മെജോ നീ നാളെ പോകുമ്പോൾ യേശുനാമത്തിൻ്റെ ശക്തി എന്നൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം, നീ പോക്കറ്റ് വെച്ചോ, ആ നാമത്തിൻ്റെ ശക്തിയിൽ അത്ഭുതം ഈശോ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അന്ന് രാത്രി, ഞങ്ങൾ സാധാരണ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണിക്കാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുന്നത്. 1.5 മണിക്കൂർ പ്രാർത്ഥിക്കും. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ യേശുനാമത്തിൻ്റെ ശക്തിയിൽ മെജോയ്ക്ക് നഷ്ടപ്പെട്ട ജോലി ഈശോയെ അങ്ങ് തിരിച്ചു കൊടുക്കണം, യേശുനാമത്തിൻ്റെ ശക്തി എല്ലാവരും തിരിച്ചറിയണം, ക്യാപ്റ്റൻ പറഞ്ഞു വിടുക ചെയ്യരുത്, പകരം വിടാൻ നിൽക്കുന്ന ഇവനോട് ക്യാപ്റ്റൻ വിശേഷം ചോദിക്കണം, ഇവനെക്കുറിച്ച് നല്ല വാക്കുകൾ അവിടെ ഈശോയെ അങ്ങ് പറയിക്കണം എന്നൊക്കെ പറഞ്ഞു. അസാധ്യമായ കാര്യമാണ്. ജോലി പോയിരിക്കുന്ന ആൾ അവിടെ ക്യാപ്റ്റൻ വളരെ കർശനമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ, പൊക്കോളം പറയുകയുള്ളൂ, വേറെ ഒരു ദാക്ഷിണ്യം അവിടെ ഇല്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, യേശുനാമത്തിൻ്റെ ശക്തി, യേശു ഇന്നലെ ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാണ്. മെജോ ഭയങ്കര ടെൻഷനിലായിരുന്നു. പോകുമ്പോൾ എന്ത് പറയണമെന്നൊക്കെ മെജോയ്ക്ക് അറിയില്ല. ഇവൻ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞെങ്കിലല്ലേ അവർ ഇവൻ സത്യസന്ധനാണ്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പെണ്ണിൻ്റെ കൂടെ ഇവനും കൊടുക്കലായി. ഒരാളെ ആയിട്ട് വിടാൻ പറ്റില്ല, 2 പേരെയും പറഞ്ഞു വിടും. അപ്പോൾ ധൈര്യത്തിന് വിമേഷ് പൊക്കോളാന്ന് പറഞ്ഞു കൂടെ. അപ്പോൾ വിമേഷ് ഇവന് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വിമേഷ് പറഞ്ഞോളും എന്നുള്ള ധൈര്യത്തിൽ വിമേഷിനെയും കൂട്ടി വിട്ടു. ക്യാപ്റ്റൻ്റെ മുമ്പിൽ ചെന്നു. അവിടെ ഹിയറിങ് തുടങ്ങി. ഫസ്റ്റിലെ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യം, കൂടെ വന്നിരിക്കുന്ന ആൾ വാ തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മെജോയ്ക്ക് പറയാനുള്ളത് മെജോ പറയും, വിമേഷിനെ ഒന്നും പറയാൻ പറ്റില്ല. മെജോയാണെങ്കിൽ പേടിച്ചിരിക്കുന്നു, ജോലി പോയിരിക്കുന്ന ആ അവസ്ഥയല്ലേ. പക്ഷേ യേശുനാമത്തിൻ്റെ ശക്തിയിൽ പിന്നെ ഉണ്ടായതൊക്കെ അത്ഭുതമായിരുന്നു. 10 മിനിറ്റിൽ മെജോയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടേണ്ട ക്യാപ്റ്റൻ 3/4 മണിക്കൂർ മെജോയുമായിട്ട് സംസാരിച്ചു. അവസാനം ആദ്യം തന്നെ ക്യാപ്റ്റൻ പറഞ്ഞത് ഇതാണ്, ഇത് മോഷണമൊന്നും അല്ല, ഇത് നിങ്ങളുടെ ഒരു നിരുത്തരവാദിത്വപരമായിട്ട് നിങ്ങൾ പെരുമാറിയതാണ്, അതുകൊണ്ട് ഞാൻ പിരിച്ചൊന്നും വിടുന്നില്ല, അതുകൊണ്ട് ഇനി നിന്നെ കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോടാ, നീ ഇനി കുറച്ചും കൂടെ ഉത്തരവാദിത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യണം. 2 പേരും ഇവൻ കാരണം ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ആ പെൺകുട്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞു 2 പേരെ ഞാൻ പറഞ്ഞു വിടുന്നില്ല, 2 പേർക്കും ചെറിയ വാണിംഗ് തരികയാണ്, ഇനി ഇതൊന്നും വരാതെ ചെയ്യണം. അത്ഭുതം. പിന്നീട് ആ സംഗതി തിരിച്ചങ്ങൾ കൊടുത്തു. പിന്നീട് ക്യാപ്റ്റൻ ഇവനോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താ വിശേഷം, കുശലാന്വേഷണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകുന്നതിൻ്റെ തലേ ദിവസം ഇവൻ ഞങ്ങളുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് പല സമയത്താണ് ഞങ്ങൾ വീടുകളിൽ പോകുന്നത്. ഇവൻ പോകുന്ന തലേ ദിവസം കൂടെ ക്യാപ്റ്റൻ ഇവനെ വെച്ച് കണ്ടപ്പോൾ ഇവനോട് ചോദിച്ചു, എന്താ വിശേഷം, സുഖമൊക്കെ അല്ലേ എന്നൊക്കെ. പോകുന്നവരെ ഈശോ അങ്ങനെ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഇവന് നല്ലൊരു പേര്. ക്യാപ്റ്റൻ്റെ മനസ്സങ്ങോട്ട് തുറന്നു, ഒരു സൗഹൃദം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അതിന് കയ്യിൽ പിടിച്ചത് യേശുനാമശക്തിയാണോ? അതാണ് ഇപ്പോൾ കയ്യിലുള്ളത്. യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം കയ്യിലുണ്ടായിരുന്നു. ഏത് പുസ്തകം? ഇതാണോ നോക്കിയാ? അതെ, ഈ പുസ്തകം. അത് ഉയർത്തി കാണിച്ച് എന്താന്നുള്ളത്. ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചിട്ട് നേരെ ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് അടിച്ചത്. ആ വിമേഷാണ് ആളുഷാർ. അദ്ദേഹം പറയുമ്പോൾ സാക്ഷികൾ ഉൾപ്പെടെ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. നിങ്ങൾ നേരിട്ട് പറയുന്നേക്കാൾ നല്ലത് അതിൻ്റെ എല്ലാ കാരണം അത് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മണ്ടരികൾ എല്ലാം ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് യുക്തിവാദികൾക്ക് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് സാക്ഷികൾ, തെളിവ്, സർവ്വ സന്നാഹത്തോടു കൂടിയാണ് ഇവർ വന്ന്. ഈ ചെറുപ്പക്കാർ മോശമില്ല, ഇവർ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവർക്ക് നല്ല ജ്ഞാനം അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ വിമലിന് കിട്ടിയ വിമേഷിന് ജ്ഞാനം കിട്ടി. നാളെ ഈശോ പ്രവർത്തിക്കും, പക്ഷേ നീ യേശുനാമശക്തി കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരുന്ന മെജോ പറഞ്ഞു, ഓക്കെ ജീസസ്, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം മറ്റേ ചേട്ടൻ പറഞ്ഞു, അതെ നാളെ പോകുമ്പോൾ ജോലി തിരിച്ചു കിട്ടിയാൽ മാത്രം പോരാ, ക്യാപ്റ്റൻ കുശല അന്വേഷിക്കണം എന്ന് പറഞ്ഞു.
അതൊക്കെ ഈശോ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അടയാളം. ശരിക്കും ക്യാപ്റ്റൻ വളരെ ബ്രിട്ടീഷുകാരാണ്, ആവശ്യമില്ലാത്തൊന്നും പറയില്ല, അതൊന്നും പറയില്ല, ജസ്റ്റ് യെസ് ഓർ നോ, ഓക്കെ ക്ലോസ്, അങ്ങനെയൊക്കെ പറയും. അങ്ങനത്തെയൊക്കെ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ഉള്ളത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം യെസ് ഓർ നോ, പിന്നെ ക്ലോസ് ചെയ്തു. അതാണ്. നമുക്ക് വിശദീകരിക്കാനൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവർ ഈശോയോട് നേരത്തെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ക്യാപ്റ്റൻ ഈശോയാണെന്ന് പറഞ്ഞ് ഈശോയെ ഇവർ ക്യാപ്റ്റനായി. പ്രയർ ടീമിൻ്റെ ക്യാപ്റ്റൻ ഈശോയല്ലേ? ഇവരുടെ പ്രയർ ടീമിൻ്റെ ക്യാപ്റ്റൻ ഈശോയാണ്. അവരുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിച്ചു നിൽക്കുക, ഒറ്റയ്ക്ക് പോകരുത്. നിങ്ങൾ ഈ ചെറുപ്പക്കാർ പറഞ്ഞ അനുഭവത്തിൽ ശ്രദ്ധിച്ചില്ലേ? അവരെ ഒരു പ്രശ്നം വന്ന്, ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായി, 3 പേരും കൂടെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. കമ്മ്യൂണിറ്റി ലൈഫ്, ഒന്നിച്ചു നിൽക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും കാര്യത്തിന് പോയാലും എത്രയും പെട്ടെന്ന് സമൂഹത്തിലേക്ക് ഓടി വരിക, കൂട്ടായ്മയിലേക്ക് ഓടി വരിക, ഒരുമിച്ച് കൈകോർക്കുക, ഒരുമിച്ച് മുട്ടുകുത്തുക, ഒരുമിച്ച് സ്തുതിക്കുക, ഒരുമിച്ച് ആരാധിക്കുക. അതിന് വളരെ വലിയ ശക്തിയുണ്ട് സഹോദരങ്ങളെ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ബൈബിൾ പാസേജ് ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 തൊട്ട് 26 വരെ വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 26. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ ദീദിമോസും അവനോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 27-ാമത്തെ വാക്യം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഒരു സംഭവമാണ്. യേശു ഉത്ഥാനം ചെയ്തു, ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവിടെ യേശു പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം, തോമസ്, 12 പേരിൽ ഒരുവനായ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. യേശു സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ ഒറ്റയ്ക്ക് പോയവർക്ക് യേശുവിന് അനുഭവം ഉണ്ടായില്ല. തോമാസ് ലീഹ പോയ സ്ഥലത്തേക്ക് പോയിട്ട് യേശു പിന്നെ തോമാസ് ലീഹ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യമൊന്നും പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ആഴ്ചയിൽ 1-ാം ഞായറാഴ്ച യേശു സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ബാക്കി 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലൊന്നും തോമസിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് യേശു പോയില്ല. അടുത്ത ഞായറാഴ്ച വീണ്ടും ശിഷ്യന്മാർ ഒരുമിച്ച് കൊടുത്തപ്പോൾ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോ ആ സമൂഹത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒന്നിച്ച് നിൽക്കുക, ഒറ്റയ്ക്ക് പോകരുത്, ഒന്നിച്ച് നിൽക്കുക. കാര്യം നമുക്ക് ഒരുപക്ഷെ സാമർഥ്യം കൂടുതലുണ്ടായിരിക്കാം, നേതൃത്വ പാഠവും കൂടുതലുണ്ടായിരിക്കാം, കഴിവ് കൂടുതലുണ്ടായിരിക്കാം, മിടുക്ക് കൂടുതലുണ്ടായിരിക്കാം. അതൊന്നും കാര്യമില്ല മക്കളെ. ഒന്നിച്ച് നിൽക്കുന്നിടത്താണ് യേശുവിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ, യേശുവിൻ്റെ സാന്നിധ്യം, അവൻ്റെ പ്രത്യക്ഷീകരണം, അവൻ്റെ വെളിപാടുകൾ, അവൻ്റെ അനോയിൻറ്റിങ് അവൻ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് യേശു ഉത്ഥാനം ചെയ്ത് പോയപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരിക്കണം, നിങ്ങൾ ഈ പട്ടണത്തിൽ തന്നെ വസിക്കണം, ഉന്നതത്തിന് ശക്തി ധരിക്കുന്നത് ഒരുമിച്ചിരിക്കുക. ഈശോ അവിടെ ഒരു കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഇരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അനോയിൻറ്റിങ്ങിൽ വളരാൻ ആഗ്രഹിക്കുന്നുവോ? ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് എൻ്റെ പ്രിയ സഹോദരനും വാത്സല്യഭാജനവുമായ കർത്താവിൻ്റെ പ്രിയദാസൻ ബിനോയ് കരിമരുതുങ്കൽ അച്ഛന് വളരെ വലിയ ഉൾക്കാഴ്ചകൾ ദൈവമായ കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാൻ ബിനോയ് അച്ഛനെ ക്ഷണിക്കുക. എനിക്ക് വലിയ സന്തോഷമാണ് ബിനോയ് അച്ഛൻ്റെ സാന്നിധ്യം. യേശുവിൻ്റെ നാമത്തിൽ ബിനോയ് അച്ഛനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ശ്രമിക്കാം സഹോദരങ്ങളെ.
ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ ഈ കൂട്ടായ്മയെക്കുറിച്ച് ഒറ്റയ്ക്ക് പോകരുതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തത് ഈ സെഹിയോൻ മിനിസ്ട്രീസിനെ കുറിച്ച് തന്നെയാണ്. വാസ്തവത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സെഹിയോൻ മിനിസ്ട്രീസിലൂടെ കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ ഒഴുകുന്നത് ഇവിടെ വൈദികരും സിസ്റ്റർമാരും അൽമായരും തീക്ഷ്ണമതികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഒഴുകുന്നത്. ഹല്ലേലൂയ. Hallelujah. ശരിക്കും ആ വചനം ജീവിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലേക്ക് അച്ഛൻ ഈ കൂട്ടായ്മയിലേക്ക് ശുശ്രൂഷിക്കാൻ വിളിച്ചത് തന്നെ വലിയൊരു തെളിവ് തന്നെയാണത്. ഹല്ലേലൂയ. Hallelujah. ഞാൻ അച്ഛന് ഈ വചനം ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഇക്കോണിയത്തിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചു പോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. എന്ന് പറഞ്ഞാൽ പൗലോസിക വളരെ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്ന് വന്ന ആൾക്കാർ അസൂയ കൊണ്ട് യഹൂദന്മാരെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിച്ചു. എന്നിട്ട് പൗലോസ് മരിച്ച് വീണുപോയി. എന്ന് പറഞ്ഞാൽ അതുപോലെ പൗലോസ് തകർക്കപ്പെട്ടു. എല്ലാവരും വിചാരിച്ചു പൗലോസ് മരിച്ചു. എന്നിട്ട് ശരിക്കും കാലെ പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് ജഡം വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് നഗരത്തിന് പുറത്തേക്ക് വലിച്ചിട്ട് എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. എന്നാൽ സംഭവിച്ച കാര്യം എന്താ? എന്നാൽ പൗലോസിനെ കൂടുന്ന ശിഷ്യന്മാർ പൗലോസിന് ചുറ്റും കൂടിയപ്പോൾ പൗലോസിനൊക്കെ വീണ്ടും ശക്തി പ്രാപിച്ചു. കഴിഞ്ഞില്ല. ഏത് നഗരത്തിൽ നിന്നാണ് വലിച്ച് പുറത്തേക്ക് ഇട്ടത് അതേ നഗരത്തിലേക്ക് തന്നെ വചനപ്രഘോഷത്തോടെ പൗലോസിനെ കയറിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏത് തരത്തില ഇപ്പൊ മുമ്പ് കണ്ട സാക്ഷ്യത്തെ കേട്ടതുപോലെ തകർച്ചകളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഞെരുക്കങ്ങളോ വരുമ്പോൾ കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ വലിയ പ്രവാഹം ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും 4 പേരാണെങ്കിലും അങ്ങനെ തന്നെയാ. ബൈബിളിൽ ഏലീഷ പ്രവാചകന്മാർ അവർ ഒരുമിച്ച് നിന്നെടുത്ത് യേശുവിൻ്റെ കാലത്താൽ യേശു ചെയ്തതിന് തത്തുല്യമായ അത്ഭുതങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മോശയും അഹറോനും അവർ ഒരുമിച്ച് നിന്ന് ചെങ്കടലിന് മുമ്പിൽ അവർ ഒരുമിച്ച് നിന്നു. എന്ത് സംഭവിച്ചു? ചെങ്കടലിൽ പിളർന്നു. പാറയ്ക്ക് മുമ്പിൽ അവർ ഒരുമിച്ച് നിന്നു. പാറയിൽ നിന്ന് ജലമുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഏതൊക്കെ സമയത്ത് മോശയും അഹറോനും രണ്ടായിട്ട് നിന്നോ അവിടെയെല്ലാം ജനം തകർച്ചയിലേക്ക് പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നമുക്ക് കുറച്ച് കൃപ കൂടുതലുണ്ടാകാം, കുറച്ച് കഴിവ് കൂടുതലുണ്ടാകാം, എങ്കിലും ഒരുമിച്ച് നിൽക്കണം. പരിശുദ്ധ അമ്മയുടെ കാര്യം ചിന്തിക്കുക. പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ അമ്മയാകാൻ വിളി ലഭിച്ചു. ഏലീശാമ്മയ്ക്ക് അതേപോലെ തന്നെ വിളി ലഭിച്ചു സ്നാപയോഹന്നാന്റെ അമ്മയാകാൻ. എന്നാൽ ആ വലിയ വിളി ലഭിച്ച 2 പേരും ഒരുമിച്ച് നിന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം ഉണ്ടായി. പറയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും സുവിശേഷത്തിലേക്ക് വരിക. ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ ഈ 2 പേരാണ് അയക്കുന്നത്. ആ ഈ 2 പേര് പോയവരടുത്തെല്ലാം പിശാചുകൾ ബഹിഷ്കരിച്ചു, രോഗികൾ സുഖപ്പെടുത്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും വിടുതലുകളും സംഭവിച്ചു. ഇനി നോക്കുക, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാരെ വേണമെങ്കിൽ ഒറ്റയ്ക്കാണ് അയച്ചതെന്ന് ചിന്തിക്കാം. എന്നാൽ പോയ എല്ലാ അപ്പസ്തോലന്മാരും 1 മാസത്തിനുള്ളിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കി. പൗലോസ്, സീലാസ്, ബാർണബാസ്, മർക്കോസ്, തോമസ് റിയാണെങ്കിൽ അതായി മാറി. നോക്ക്, കൂട്ടായ്മയുടെ പെരുമഴയിൽ അഭിഷേകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പേരാണെങ്കിലും ശരി അവിടെ ഒരുമിച്ച് നിൽക്കണം. അതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, നിയമാവർത്തനം 34:9, അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ജോഷുവയെ കർത്താവ് തിരഞ്ഞെടുത്തു, മോശയെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്നാൽ ഈ ജോഷുവ മോശയോട് ചേർന്ന് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മോശയുടെ കൈവപ്പ് മേടിച്ചിരുന്നു. അതുകൊണ്ടുണ്ടായി ജോഷുവയുടെ മേൽ ശക്തമായിട്ട് ആത്മാവിൻ്റെ വെളിപ്പെടുത്തി ലഭിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മേഖലകളിൽ ധ്യാന കേന്ദ്രത്തിനാണെങ്കിലും ശരി, പിന്നെ ഇടവക ജീവിതത്തിനാണെങ്കിലും ശരി, ശുശ്രൂഷ ജീവിതത്തിനാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെ ഉള്ളെങ്കിലും 2 പേരെ ഉള്ളെങ്കിലും ഈ ചേർന്ന് നിൽക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയ
നിയമത്തിൽ ഈശോ രൂപാന്തരപ്പെടുന്ന രംഗം നിങ്ങൾ ഓർക്കുക. ഈശോ രൂപാന്തരപ്പെടുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും ഒരുമിച്ച് ആ ഈശോയുടെ കൂടെ ഇരുന്ന കൂട്ടായ്മയിൽ യേശു രൂപാന്തരപ്പെടുന്ന അനുഭവം അവർക്ക് ലഭിച്ചു. ഈശോ പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ബാലിയെ ഉയർപ്പിക്കുന്ന രംഗം, അവിടെയൊക്കെ ആ സ്ത്രീകന്മാരും ഈശോ ഒരുമിച്ചാണ്. അവിടെയാണ് അഭിഷേകത്തിന്റെ തുറവയുണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാഴ്ച പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന രീതി വരരുത്, ഒരുമിച്ച് നിൽക്കണം. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം, ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ചിലർ സാധാരണ ചെയ്യാറുള്ളത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഇടവയിലാണെങ്കിൽ കുടുംബ സമ്മേളനം, അല്ലെങ്കിൽ പ്രാർത്ഥനയിലാണെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പുകൾ, ധ്യാന കേന്ദ്രത്തിനാണെങ്കിൽ ധ്യാന കേന്ദ്രത്തിൻ്റെ കൂട്ടായ്മകൾ, ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പ്രാർത്ഥന ശുശ്രൂഷകൾ, ഒരു സിനാക്സിസ്, എന്ത് തന്നെയാണ് ശരി, അവിടെ ഒരുമിച്ച് വരുമ്പോൾ ആ രംഗം വരുമ്പോൾ പലർക്കെ സ്കിപ്പ് ചെയ്ത് വേണ്ട സാരമില്ല പോട്ടെ എന്ന് വെച്ചിട്ട് പോവുകയല്ല, മറിച്ച് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് വരുന്ന അവിടെ പരിശുദ്ധാത്മാവിന് വലിയ പ്രവാഹ അഭിഷേകം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അത്ഭുതകരമായി ചിന്തിച്ചൊരു കാര്യം, യോഹന്നാൻ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ അവിടെ ഈശോ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈശോ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. ഇവർക്ക് വലിയ വലിയ വരങ്ങൾ കൊടുക്കണം, വലിയ വലിയ കൃപകൾ കൊടുക്കണം. ഇതൊന്നും അല്ല ഈശോ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവർ ഒന്നായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയെ അറിയാൻ വെളി ലഭിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ തൃത്വം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൃഷ്ടികർമ്മം നടക്കുന്നത്, രക്ഷാകർമ്മം നടക്കുന്നത്, ഇന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സഭാംഗങ്ങൾ എന്ന നിലയിൽ, പരിശുദ്ധ തൃത്വത്തിലേക്ക് വളരുന്നവർ എന്ന നിലയിൽ, തീർത്ഥാടക സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ ഈ കൂട്ടായ്മയിൽ ജ്വലിച്ച് മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിലാണ് വലിയ നന്മകൾ ഉണ്ടാകുന്നത്. ജെറമ്യാ പ്രവചനത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുലിഖിതം, ജെറമ്യാ പ്രവചനം 32-39 അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സന്തതികൾക്ക് നന്മ വരേണ്ടതിന്, അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായ നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ മക്കൾക്ക് നന്മ വരണം. ചിലപ്പോൾ കാരണവന്മാർ പറയും, എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, നീ എങ്കിലും പഠിച്ച് നന്നാവണം, അല്ലെങ്കിൽ മക്കൾക്ക് ഉയർച്ച ഉണ്ടാകണം. ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിനാണെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന ആൾക്കാർക്ക് വലിയ അഭിഷേകവും കൃപയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് നമ്മുടെ മിനിസ്ട്രി, അവിടെയെല്ലാം ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയാണ്, അങ്ങയുടെ നന്മകൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ തരുന്ന ഒരു സാധനം നിങ്ങൾ സ്വീകരിക്കണം. അതാണ് ഏക മനസ്സ് ഏക മാർഗം. ഏക മനസ്സ് ഏക മാർഗം, ഒറ്റയ്ക്ക് പോവല്ല, ഏക മനസ്സ് ഏക മാർഗം. അതിനെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വീണ്ടും അനുഗ്രഹം പ്രാപിക്കാൻ, നിങ്ങളുടെ വരും തലമുറ അനുഗ്രഹം പ്രാപിക്കാൻ ഞാനൊരു സാധനം തരാം: ഏക മനസ്സ് ഏക മാർഗം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിനോയ്സിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മളോട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, നമ്മുടെ കുടുംബങ്ങൾ ഉയർച്ച ഉണ്ടാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഒറ്റയ്ക്ക് പോയവർ തിരിച്ചു വരാൻ തയ്യാറല്ല, നമ്മൾ യോജിക്കാൻ തയ്യാറല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, ഒരുമിച്ചായിരിക്കാൻ വേണ്ട കഷ്ടത സഹിക്കാൻ തയ്യാറല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം യേശു തന്നെ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വളരെ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് നിൽക്കുന്നിടത്ത്, ഒരുമിച്ച് കൂടുന്നിടത്ത്, ഒരുമിച്ചായിരിക്കുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. മാത്യു 18:20. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് നിൽക്കുക, ഒന്നിച്ച് നിൽക്കുക, ഒറ്റയ്ക്ക് പോകരുത് എന്ന് തന്നെയല്ല ഈശോ ഇത് പറയണത്. ഈശോ സ്ഥാപിച്ച കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റിയാണ് 2 പേരുടെ കമ്മ്യൂണിറ്റി. 2 പേര് ചേർന്നാൽ ഒരു കമ്മ്യൂണിറ്റിയായി. കുടുംബം ഒരു കമ്മ്യൂണിറ്റിയാണ്, കോൺവെന്റ് ഒരു കമ്മ്യൂണിറ്റിയാണ്, രൂപത ഒരു കമ്മ്യൂണിറ്റിയാണ്, സഭ ഒരു കമ്മ്യൂണിറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോയോട് ബന്ധപ്പെട്ട് ഈശോയുടെ സഭയിലും ഈശോയോട് ബന്ധപ്പെട്ട ശുശ്രൂഷകളിലും എല്ലാം കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ ഒന്നിച്ചു നിന്ന് സ്വർഗത്തിൻ്റെ ബലം പ്രാപിക്കുന്ന ശുശ്രൂഷകളാണ് കർത്താവ് തന്നിട്ടുള്ളത്. ഒന്നുച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചാടി എഴുന്നേറ്റ് ഈ പന്തക്കുസ്തയ്ക്ക് ഒരുക്കമായി ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അനോയിന്റിങ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സകല ജനതകളുടെ മേലും സ്നേഹത്തിൽ ഒന്നിക്കാനുള്ള അനോയിന്റിങ് നിറയട്ടെ. ഭിന്നിച്ചു പോയവർ തിരിച്ചു വരട്ടെ, വീട്ടിൽ നിന്ന് പോയവർ തിരിച്ചു
വരട്ടെ, മക്കൾ മാതാപിതാക്കന്മാർ കൂടട്ടെ, കുടുംബങ്ങൾ സഹോദരങ്ങൾ ഒന്നിച്ചു കൂടട്ടെ, അനൈക്യത്തിൻ്റെ അനൂപികൾ വിട്ടുപോകട്ടെ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ ഉണരട്ടെ, സകല ജനതകൾ ഉണരട്ടെ, സകല കുടുംബങ്ങൾ ഉണരട്ടെ, സകല ഇടവകൾ ഉണരട്ടെ, ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായണി ചേരട്ടെ, ക്രിസ്തുവി സഭയുടെ ആത്മാവിനാലുറകൂട്ടണമേ. വലിയ സ്നേഹത്തോടെ ജനതകളഖിലം ഉണരട്ടെ, സകല മക്കൾ ഒന്ന് ചേർന്ന് യേശുവിനായണി ചേരട്ടെ, കൈയടിച്ച് ക്രിസ്തുവി സഭയുടെ കുപ്പായി മാറ ആത്മാവിനാലുറകൂട്ടണമേ. കൈ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ, ചെതറിപ്പോയവരെ ഒരുമിച്ച് കൊടുത്ത ആത്മാവേ, സകല ഭിന്നതകളുടെ മേൽ കത്തി ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് ഐക്യത്തിന്റെ അഭിഷേകം നൽകണം. അനൈക്യത്തിന് ദുഷ്ടവിചാരം ഇപ്പോൾ പകരട്ടെ. കൃപയുടെ ഐക്യത്തിന്റെ കൃപ ഇപ്പോൾ നിറയട്ടെ. സഭയിൽ നിറഞ്ഞതുപോ സഭയിൽ നിറയണമേ, ഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. സഭയെ ഉണർത്തണമേ. സഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ, ഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. കൈ ഉയർത്തി കൈയടിച്ച് വലിയ സ്നേഹത്തോടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഭിന്നതയുടെ അരുവികൾ തകരട്ടെ. ഐക്യത്തിന്റെ ആത്മാവെ നിറയണമേ, കൂട്ടായ്മയുടെ ആത്മാവെ നിറയണമേ. ഹോളി സ്പിരിറ്റ്, ഒരുമിച്ച് ചേർക്കുന്ന ആത്മാവേ, ഹല്ലേലൂയ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം ഓരോ മകനും മകളും എളിമപ്പെട്ട് മുട്ടുമേൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവാണ് ഒരു 1000 റീസൺ ഭിന്നതയ്ക്കുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഐക്യം കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളുടെ മുറിവുണക്കുന്നത്. ഈ സമയം രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. ഈ സമയം കുട്ടികളുടെ ബുദ്ധി പ്രകാശിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. ഈ സമയം കുടുംബങ്ങളുടെ വഴക്കുകളെല്ലാം അവസാനിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. ഈ സമയം സഭയോടുള്ള ഭിന്നത എല്ലാം അവസാനിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ ഉന്നതത്തിനുള്ള വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ അത്ഭുതമായി വരണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി.
കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയായി ഭൂമിയിളകും അഭിഷേക ശക്തിയായി റൂഹായേ വേഗം ആഗതനാകണമേ